ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഇച്ചൂസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗും പറയുന്ന ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്താ വെച്ചാൽ നമ്മൾ എപ്പോൾ ഒരിന്ന് നിന്നാണ് നോമ്പ് തുറക്കാറ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കണം എന്നൊക്കെയുണ്ടായി. എന്തായിട്ടും അടുത്ത് കിട്ടുന്ന ഒരു പാർക്ക് തന്നെയാണ് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അജ്മാനത്തെ റഗയ പാർക്കിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോഴേക്ക് നമുക്ക് കുറേ റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കസ്റ്റർഡ് പുഡിംഗ് ആണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കസ്റ്റർഡാണ്. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കാൻ നമുക്ക് ഏകദേശം അറിയുന്നത് കാര്യമാണ്. അപ്പോൾ പാലെല്ലാം കൂട്ടിയിട്ട് ആ നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെയാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് പോലത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തിലേക്കാണ് ഇടുന്നത് അത് എടുക്കുക, ആ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ജസ്റ്റ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എന്താണ് ബോൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഞാൻ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷുഗർ കാരമൽ ചെയ്തതാണ്. അതും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബദാമും മുന്തിരിയുമാണ് ഞാൻ നെറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കയ്യിൽ എന്താണുള്ളത് അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ കസ്റ്റർഡ് ബ്രെഡ് പുഡിങ് റെഡി. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഐറ്റമാണ്. എന്ത് സമോസയും റോളും. അപ്പോൾ അത് എങ്ങനെ ഈസി ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്നും കൊടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിത് ഷോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സമോസക്കെല്ലാം മസാല എല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ബീഫിൻ്റെ മസാലയാണ് റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ചിട്ടെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ വേണ്ടത് അതിന് വേണ്ട എനിക്കറിയുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലാണ് ഞാൻ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കിയിട്ടെടുത്താലും മതി. ഉരുട്ടാനും പരട്ടാനൊന്നും ഞാൻ നിന്നില്ല. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കണമല്ലോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് മാത്രമാണ് ഈ വീഡിയോ കാണിക്കുന്നുള്ളത്. അങ്ങനെ നമ്മളെ സമൂസയും റോള് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ചൂടെണ്ണയിലിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ഫേവറേറ്റുള്ള കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റ് ഇല്ലാതെ ഇന്ന് നോമ്പ് തരാം അല്ലേ? അതിനോട് ഞാൻ മെയിനായിട്ട് കട്ട്ലേറ്റ് എന്തായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ വട്ടം ഇതിൻ്റെ റെസിപ്പീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരാണെങ്കിൽ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കട്ട്ലേറ്റും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ ഹെൽത്തായിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് ക്യാരറ്റ്, ബീട്രൂട്ട്, ഡേറ്റ്സ്, പിന്നെ ആപ്പിളും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഡേറ്റ്സ് ഓപ്ഷണലാണ്. എന്താ വെച്ചാൽ ഞാൻ ഷുഗറിന് പകരമാണ് അത് ചേർക്കുന്നുള്ളത്. അത് നല്ലതുമാണ്, അതുകൊണ്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വേവിച്ചിട്ടൊന്നും എടുക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് ചേർക്കുന്നില്ല. അങ്ങനെ ഇത്രയും സാധനം കട്ട് ചെയ്ത് നമുക്ക് ജാറിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ അടിഞ്ഞ് കിട്ടണം. ഒരു കഷ്ണം കൂടി അതിൽ ബാക്കി വരാൻ പാടില്ല. അപ്പോൾ നല്ല ഹെൽത്തി ഡ്രിങ്ക് റെഡി ഗൈസ്. പിന്നെ മക്രോണി കൂടി തയ്യാർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്രോണീൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്കുള്ള പണിയും ചെയ്യുന്നത് ഫുള്ള് പാക്കിംഗ് ആണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഒരു 6:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ 6:00 അവിടെ ബാങ്ക് കൊടുക്കുന്നത്. പിന്നെ മുമ്പേ പോയിട്ട് എന്താക്കാനും ഇല്ല, എന്താ വെച്ചാൽ സാധനമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പിരിച്ചിട്ടെല്ലാം സെറ്റാക്കാൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എത്തിയ മതിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോണ്ട് ഗൈസ് ഫുള്ള് പാർക്കിൽ മൊത്തം ആളാണ്. എവിടെയാണ് നമ്മൾ പോയിട്ട് ഇത് പിരിക്കേണ്ടതെന്ന് അറിയുന്നത്. അങ്ങനെ ഒരു സ്ഥലം കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ ഇതൊന്ന് പിരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഒന്ന് തോർത്തിട്ട് അവിടെ സെറ്റാക്കാത്ത കീന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ ഫുള്ള് ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അജ്മാനുള്ള ആൾക്കാരാണെങ്കിൽ ഇഫ്താറിന് പാർക്കിൽ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ റഗയ പാർക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നോമ്പ് തുറന്നിട്ട് വരും ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് കാണുന്നത്.